ആസ്ട്രോളജി, ജ്യോതിഷം എന്നുള്ളത് ഒരു പ്രവചനമാണ്. വാസ്തു അല്ലെങ്കിൽ ന്യൂമറോളജി എന്നുള്ളത് ഒരു പരിഹാരമാണ് അല്ലെങ്കിൽ പ്രയോജനമാണ്. പ്രവചനം വേറെ, പ്രയോജനം വേറെ. അപ്പോൾ ജാതകം എന്നുള്ളതൊരു പ്രവചനമാണ്. പ്രവചനം കൊണ്ട് മാത്രം നമുക്കൊന്നും ആകുന്നില്ല, അത് പ്രയോജനമാകണം. അപ്പോൾ രണ്ടിനും രണ്ട് തട്ടാണ്. ജ്യോതിഷം എന്നുള്ളത് പ്രവചനവും ന്യൂമറോളജി അല്ലെങ്കിൽ വാസ്തു എന്നുള്ളത് പ്രയോജനമാണ്. പ്രവചനം വേറെ, പ്രയോജനം വേറെ. നിങ്ങൾ നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ തങ്കച്ചൻ സാറാണ്. സാറ് പ്രശസ്ത ന്യൂമറോളജിസ്റ്റാണ്, വാസ്തു എക്സ്പേർട്ടാണ്, ആസ്ട്രോളജി പരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പം പഠിപ്പിക്കാനുള്ള താല്പര്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് പേര് പഠിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഇപ്പോൾ ന്യൂമറോളജി പ്രകാരം കൊടുക്കാൻ സാധിക്കുമോ? ശരിയാണ്, ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ന്യൂമറോളജി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ന്യൂമറോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, സംഖ്യാശാസ്ത്രം, അതാണ് എൻ്റെ ശരിക്കും ആധികാരികതയുള്ള പേര്. അതിനു മുമ്പ് അത് നാഥയോഗ എന്ന് പറയും. നാദം കൊണ്ടുള്ള യോഗം, നാദം ശബ്ദം, നാദം കൊണ്ടുള്ള യോഗ. അപ്പോൾ ശബ്ദം, ഇപ്പോൾ നമ്മൾ സൗണ്ട് തെറാപ്പി എന്ന് പറയുന്നില്ലേ, അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ഇപ്പോൾ ഭയങ്കര വാല്യൂ ഉള്ളൂ. അതിനു മുമ്പ് ഇത് നാഥയോഗ, പിന്നെ അത് സംഖ്യാശാസ്ത്രം, എൺകണിതം, പിന്നെ അത് ന്യൂമറോളജി. കാരണം ലോകം മുഴുവനും വ്യാപിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ന്യൂമറോളജി. ഗ്രീക്ക്, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒത്തിരി വളരെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയ ഒരു ഇതാണ്. അപ്പോൾ ഒരു കൂട്ടായിട്ടുള്ളൊരു ലോകമെമ്പാടും ഇപ്പം ജാതകം അതിപ്പം ഇന്ത്യയുടെ മാത്രം സ്വത്താണ്, മറ്റു വാസ്തു ഇന്ത്യ. പക്ഷേ ന്യൂമറോളജി ലോകമെമ്പാടുമുള്ള വിജ്ഞാനികളുടെയും അതിമനോഹരമായ ആചാര്യന്മാരുടെയൊക്കെ ഒരു സംഭാവനയാണ്, അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ന്യൂമറോളജി. ശബ്ദതരംഗങ്ങളെ കൊണ്ടൊരു ബെനിഫിറ്റ്സ് ആവുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അധ്യയന വർഷത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നവജാത ശിശുക്കൾ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ന്യൂമറോളജി വലിയൊരു പരിഹാരമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എല്ലാ കുട്ടികൾക്കും സാധാരണഗതിയിൽ ഇപ്പോൾ മനുഷ്യർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇടയ്ക്ക് എങ്ങോട്ടോ ഭഗത് ബാസിൽ ഒരു ഇതിലൂടെ പറഞ്ഞായിരുന്നു, പുള്ളിയും ആ ഒരു ഡിസോർഡർ ആണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ADHD. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ്, പിന്നെ ഹൈപ്പർ ആക്റ്റീവ്, അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാതെ അല്ലെങ്കിൽ നമുക്കറിയാം നമുക്കുള്ളിലുണ്ട്. ഇതൊരു സയൻസ് ഇത് വ്യക്തമായ ഒരു കാരണം തരുന്നില്ല അവർക്ക്. ഇത് ഇന്ന രോഗമാണ്, ഇന്നൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ഇതിനെ നമുക്ക് പരിഹരിക്കാമെന്ന് ഇന്നത്തെ ഒരു ഡോക്ടേഴ്സ് പോലും, ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇതല്ല ഈ ADHD അല്ല, അതല്ലാതെ തന്നെ ഇത്തരം കുട്ടികൾക്കുണ്ടാകുന്ന, എൻ്റെ ചെറുപ്പത്തിൽ അതെനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ പരിഹരിക്കുക, എന്തെങ്കിലും അവർക്ക് പറയുന്നത് ഇത് അങ്ങനെ ഒരു ചെറിയ പ്രാക്ടീസിലൂടെ മാത്രം കൊണ്ടുപോകേണ്ട സാധനമാണ്, അല്ല മറ്റൊരു വലിയ രീതിയില്ല. അവർക്കുള്ളിൽ ചകഞ്ഞ് കുട്ടികളുടെ ഇഷ്ടം ഒന്ന് പരിശോധിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു വലിയൊരു ഇത് കൂടെ അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് ന്യൂമറോളജിയിൽ ഫലപ്രദമായി ഇതിന് അവരുടെ ട്രീറ്റ്മെൻറ്റും പരിശ്രമവും, അതല്ലാതെ ന്യൂമറോളജി ത്രൂ ഒരു ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഇതിനകത്ത്. കാരണം ആ കുട്ടികളുടെ ജനന ദിവസത്തിന് അനുയോജ്യമായ രീതിയിൽ അവർക്കൊരു ജാതകം ഉണ്ടാവും. ആ ജാതകത്തിൽ അവർക്കിടുന്ന പേര് ഒരിക്കലും, ആ പേരെന്ന് വെച്ചാൽ ചിലപ്പോൾ 6 പേരിടുമ്പോൾ ശുക്രൻ, 8 പേരിടുമ്പോൾ ശനി, 2 പേരിടുമ്പോൾ ചന്ദ്രൻ, 1 പേരിടുമ്പോൾ സൂര്യൻ, അല്ലേ, 9 പേരിടുമ്പോൾ ചൊവ്വ. അപ്പോൾ ഈ ഏത് പേരിലാണോ അവർ വരുന്നത്, ആ ഗ്രഹങ്ങൾ അവരുടെ ജാതകം, ഞാൻ ആസ്ട്രോനോമർ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഏത് പേരാണോ നമ്മൾ ഇടുന്നത് ആ പേര് അവരുടെ ജന്മ ജാതകത്തിൽ നീച്ച സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. ഇത് പ്രത്യേക സ്ഥിതി. കാരണം പഠനങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് പുരോഗമിച്ചു ന്യൂമറോളജി. ഇപ്പോൾ അങ്ങനെയാണ് ആസ്ട്രോനോമർ ആവുന്നത്. നമ്മളൊരു പേരിടുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ പേരിടുമ്പോൾ അതിനൊരു വിധിസംഖ്യ ഉണ്ടാവും, അതിന് ടോട്ടൽ ഉണ്ടാവും. അത് നിങ്ങളുടെ ജന്മജാതകത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഗ്രഹം നീചമാണോ ഉച്ചമാണോ എന്ന് കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശനി കടകത്തിൽ നീചമാണ്, ഗുരു മകരത്തിൽ നീചമാണ്, അല്ലേ. അതേപോലെ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റെവിടെയെങ്കിലും നീച ഭാവത്തിലുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പേരിടുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം ADHD സ്വഭാവമുള്ള കുട്ടികൾക്ക്
അതായത് ആ സ്വഭാവം എന്താണെന്ന് കൂടെ പറയാം. ചിലപ്പോൾ അത് മനസ്സിലാവാത്ത ആൾക്കാരോട് ഉണ്ടാവുമല്ലോ, ADHD മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ലായ്മ, സ്കൂളിലിരിക്കും പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കാൻ അവർ ശ്രമിക്കുന്നു. ചിലപ്പം അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ മാതാപിതാക്കൾ അവരെ വഴക്ക് പറയും, ട്യൂഷൻ സാറ് വഴക്ക് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രേരണയിൽ അവർ ശ്രദ്ധിക്കാൻ സ്കൂളിലിരിക്കുമ്പോൾ തന്നെ, ആ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും ഒരു ചിന്ത വന്ന് അവരതിനെ ആനയിച്ച് കൊണ്ടുപോകുന്നവരെ കണ്ടിട്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നുമ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിനൊരു വിരഹത, പിന്നെ ചെയ്യാം. പിന്നെയാണെങ്കിലോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യങ്ങൾ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റീസിലുണ്ട്, അവർ അതിന് മാത്രമാണ് കൂടുതൽ അവർ ഇത് ചെല്ലുക. അപ്പം നമ്മൾ പാരൻസ് അവനെ അത് വേണ്ട ഇത് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു. അപ്പം ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഒരു 50% ഒരു പരിഹരിക്കാൻ ന്യൂമറോളജിയിൽ ഇവരുടെ പേര്, ശബ്ദങ്ങൾ, അതായത് നാഥത്തിനെ ചേഞ്ച് ചെയ്ത് അവരെ പരിശീലിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പേരിടുമ്പം വളരെ കൃത്യമായി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിടുന്നത് ഒരു സംഖ്യ, അതിൻ്റെ പേര് ഒരു ഗ്രഹസാന്നിധ്യം ഉണ്ടാവുന്നു. ആ ഗ്രഹം അവരുടെ ജന്മജാതകത്തിൽ നീചഭാഗമാണോ ഉച്ചഭാഗമാണോ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് ആ ജനന ദിവസത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു പേരിടുക. അങ്ങനെ ഈ ADHD നല്ല രീതിയിലൊന്ന് പരിഹരിക്കാൻ പറ്റും. ആ കുട്ടികൾക്ക് ഒരു അല്പം കൂടെ സെക്കൻഡ് സ്റ്റേജിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അനുഭവ രീതിയിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കൊച്ചുകുട്ടികൾക്ക് പേര് മാറ്റുന്നതിൽ ഒരുപാട് നല്ല റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പേരൻസ് വളരെ സന്തോഷത്തോടെ എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, കുറച്ച് ചിന്തകൾ ആക്ടിവിറ്റിയോടൊക്കെ എല്ലാം മെല്ലെ മെല്ലെ മാറി വരുന്നു, ഞങ്ങളിന്ന് നോക്കിക്കൊള്ളാം, ആ ഒരു ചേഞ്ചസ് ഞങ്ങൾ കാണുന്നു വളരെ സന്തോഷപൂർവ്വം എന്നോട് പറഞ്ഞതിന് പേരിൽ ഞാനിതിനെ വെളിപ്പെടുത്തുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ അച്ഛനമ്മമാർ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ കോമൺ അല്ലാത്ത പേരുകൾ കണ്ടുപിടിച്ചിടാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം ഈ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു സ്കൂളിൽ പോയി തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ കാണാം. അതിനും കൂടി ആയിരിക്കാം ഞാൻ ഈ പറഞ്ഞ ഉത്തരം. കാരണം ഈ അവർക്ക് ഇപ്പം എനിക്ക് എൻ്റെ പേരിൽ എനിക്ക് ഉത്തരവാദിത്തം എൻ്റെ മാതാപിതാക്കളിട്ട പേരാണ്. പക്ഷേ ഒരുപക്ഷെ എൻ്റെ അനുവാദമില്ലാതെ എനിക്ക് എന്നെ അടിച്ചേൽപ്പിച്ചൊരു പേരായിരിക്കാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത പേരിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂമറോളജി പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദ തരംഗങ്ങളിലൂടെ ഒരു മനുഷ്യൻ ലാഭകരമായ ജീവിതത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഭാഗ്യകരമായ ജീവിതത്തിലോട്ട് പോകുന്നു. അതേ ശബ്ദ തരംഗങ്ങളാൽ അകാരണങ്ങളാൽ ആ മനുഷ്യൻ താഴോട്ട് പോകുന്നു, നിർഭാഗ്യവനായി മാറുന്നു. സോ ആ ശബ്ദ തരംഗങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇപ്പം ഞാൻ നോക്കട്ടെ, ചില അക്ഷരങ്ങൾ നമുക്ക് ന്യൂമറോളജിയിൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നില്ലേ, ഈ ഇപ്പം നമ്മുടെ അടുത്തിടെ ഒരു വിവാദമായ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ നമ്മളൊരു പഠന വിഷയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ എന്നുള്ളൊരു പേരുണ്ട്, ചന്ദ്രൻ, ചന്ദ്ര, ഇത് രണ്ടും ചന്ദ്ര എന്നുള്ളത് കൂടുതലും സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പേരാണ്. ചന്ദ്രൻ വരുമ്പോൾ അത് ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചന്ദ്രൻ 26 ആണ്. ആ ചന്ദ്രൻ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സി ആണ് ഫ്രണ്ടിൽ വരുന്നൊരു വാക്ക്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ABCD എന്ന് പറഞ്ഞാൽ 26 അക്ഷരത്തിനും എക്ക് 1, ബിക്ക് 2 ഇങ്ങനെയുള്ള ഫ്രീക്വൻസി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്രീക്വൻസി ഉണ്ട്, ഇതിൻ്റെ വേഗം. അക്ഷരം ഒറ്റയായി വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ പേരിൻ്റെ തുടക്കത്തിൽ ഒരു അക്ഷരം വരുന്നു, അപ്പം ആ അക്ഷരത്തിന് ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ട്. ആ എക്സ്ട്രാ വാല്യൂ ആ പേരിൻ്റെ ഫോഴ്സിനെ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ഒക്കെ നെഗറ്റീവ് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ചന്ദ്രൻ ടോട്ടൽ 26 വരുന്നത്. അതൊരു നല്ലൊരു ഫ്രീക്വൻസി അല്ല. 26 എന്നുള്ളത് ഒരു ബാഡ് ലക്ക് ഫ്രീക്വൻസിയാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അക്ഷരം C, അത് 3 അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് അതൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇത് ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു അക്ഷരമാകുമ്പം അത് 30% ഊക്കം കൂട്ടുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ 30% നെഗറ്റീവ് ആവുന്നു, പോസിറ്റീവ് ആണെങ്കിൽ 30% കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടും പോകും. അപ്പോൾ കുട്ടികൾക്ക് കൃത്യമായി അവരുടെ ജനന ജാതകവുമായി പൊരുത്തപ്പെട്ട ഒരു നല്ലൊരു പേര് നിങ്ങൾ കൊടുക്കുക. ബാക്കി ആ പേരും മറ്റും ആ കുട്ടിയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂട്ടായ പരിശ്രമത്തിൽ വളരെ വേഗം ആ കുട്ടിക്ക് പ്രോഗ്രസീവായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. പിന്നെ നമുക്കതൊരു ഫലമില്ലായ്മ ഒന്നും നമുക്ക് തോന്നില്ല. ഇതുപോലെ തന്നെയാണ് പേരിലെ ഇനിഷ്യലിൻ്റെ പ്രാധാന്യം. അപ്പം ആ കൊടുക്കുന്ന ഇനിഷ്യൽ ഇപ്പം ഏത് ലെറ്ററും ആയിക്കോട്ടെ, അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുക? അതാ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഇൻഷ്യലായിട്ട് വരുമ്പോൾ തനി ശബ്ദമായി വരുന്നു. ഒരു ഇൻഷ്യൽ ഉദാഹരണം കുഴപ്പമില്ല, അതുമായിട്ട് അനുബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഒരു ഉദാഹരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തനിച്ച അക്ഷരങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ കുറച്ച് ഒരുപാട് ന്യൂമറോളജിസ്റ്റിന് ഇതൊന്നും അറിയില്ല. എനിക്കറിയാം, ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് അവർ അറിവില്ലായ്മയല്ല ഞാൻ പറയുന്നത്, ഒത്തിരി ഇതൊക്കെ പറയണമെന്നാണ് പറയുന്നത്, പുറത്തറിയണം ഇതൊക്കെ. ന്യൂമറോളജിയിൽ ABCD അതിന് ഓരോ ഫ്രീക്വൻസി നിങ്ങൾ നെറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അതിൽ ചില അക്ഷരങ്ങൾക്ക് പ്രശ്നിച്ച് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ IJY ഇത് സാധാരണ എഴുത്തിൽ വരികയാണെങ്കിൽ 1 അതിൻ്റെ ഫ്രീക്വൻസി, IJY. പക്ഷേ അത് ഇൻഷ്യലായിട്ട് വരുമ്പോൾ 10 മാറുന്നു, ഐക്ക് 10 മാറുന്നു, ജെയ്ക്ക് 10 മാറുന്നു, ഒയ്ക്ക് 10 മാറുന്നു. പിന്നെ അതിനുശേഷം മറ്റ് കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ K നാരായണൻ എന്ന് വയ്ക്കുമ്പോഴത്തേക്കും
കെക്ക് 20% അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ കെ നാരായണൻ എന്നുള്ളത് ടോട്ടൽ 26 പോലത്തെ വിഷമം മാർദ്ദിച്ച അല്ലെങ്കിൽ 8 അന്ന് അവസാനിക്കുന്ന വിഷമം മാർദ്ദിച്ച നമ്പറാണെങ്കിൽ 20% ആ നഷ്ടം വേഗത്തിൽ പോകും. പക്ഷേ അതേസമയത്ത് ഒരു ഭാഗ്യകരമായ 37 പോലത്തെ ഒരു ഭാഗ്യകരമായ നമ്പറാണെങ്കിൽ 20% ആ ഭാഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഫ്രണ്ടിൽ ഇടുന്നതിന് അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലിന് 30% അതിൻ്റെ തന്മ കൂട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ എമ്മിന് 40%. പിന്നെ അടുത്ത അതായത് എ ആണെങ്കിൽ എക്കില്ല, വളരെ ചുരുക്കിയ പക്ഷേ അതായത് IJYKLMNOക്ക് 70% കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഫ്രീക്വൻസി കൂട്ടി 10 മടങ്ങ് വർദ്ധിപ്പിച്ച് കൊടുക്കാൻ പറ്റും. പിക്ക് 80% കൂട്ടി കൊടുക്കാൻ പറ്റും. ക്യൂവിന് 100% കൂട്ടി കൊടുക്കാൻ പറ്റും. ജിക്കില്ല, ഇല്ല. ക്യൂവിന് 100% കൂട്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ടിക്ക് 400% കൂട്ടി കൊടുക്കാൻ പറ്റും. ആറിന് 200% കൂട്ടി കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ ഒന്ന് ടി ഒക്കെ ഫ്രണ്ടിൽ വന്നവരുടെ പിന്നിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. തങ്കച്ചൻ, എൻ്റെ പേര് തങ്കച്ചൻ. അപ്പോൾ ടി എന്നുള്ളത് എൻ്റെ പേരിൻ്റെ ടോട്ടലിൻ്റെ 400% അതിൻ്റെ ആഘാതം കൂട്ടി കൊടുക്കുന്നു. സോ അതേപോലെ അത് ഇൻഷ്യലേ വരുമ്പോഴാണ് 400%. പേരിനോട് ചേരുമ്പോഴത്തേക്കും അത് റിലേറ്റഡ് വരുന്നെങ്കിലും അതിന് മുമ്പിൽ ഇൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേരിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഫലം 400% കൂട്ടി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഫലം ഗുഡ് ലക്ക് ആണോ ബാഡ് ലക്ക് ആണോ? നിർഭാഗ്യവശാൽ അൺഫോർച്യുനേറ്റ്ലി അതൊരു ബാഡ് ലക്ക് ആണെന്നുണ്ടെങ്കിൽ 400% ആ മനുഷ്യനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിവേഴ്സ് ആക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായി? എന്ത് ചെയ്താലും വളരെ കഠിനമായ അതിനൊരു പ്രത്യാഘാതം ഏൽക്കുന്നു. അതിനുശേഷം അയാൾ എല്ലാം മടുത്ത് എന്തെങ്കിലും സ്വയം തൊഴിൽ തേടുന്നു, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അയാൾ വിരഹത അണിയാലും മദ്യപാനത്തിലും മറ്റെന്തെങ്കിലും പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അക്ഷരങ്ങളെ അതിന് ഫ്രീക്വൻസിയുള്ള എനിക്ക് 8-10 അക്കങ്ങൾ ഇംഗ്ലീഷിൽ ഹൈ ഫ്രീക്വൻസികളുണ്ട്. അതുപോലെ ടിക്ക് 400, ആറിന് 200, ക്യൂവിന് 100, ഓയ്ക്ക് 70, എമ്മിന് 40. ഇങ്ങനെയൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഇൻഷ്യൽ വരുമ്പോഴത്തേക്കും മൊത്തം വാല്യൂയുടെ ഫ്രീക്വൻസി കൂട്ടി കൊടുക്കും. അപ്പോൾ അത് ഗുഡ് ലക്ക് ആണോ ബാഡ് ലക്ക് ഒന്ന് നിർബന്ധമായി നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ ഒരു വ്യക്തിയുടെ ജനനസമയം അല്ലെങ്കിൽ ജനന ദിവസം വെച്ചിട്ട് ഏറ്റവും ഭാഗ്യകരമായ നമ്പർ അല്ലെങ്കിൽ ദിവസം എന്ന് പറയാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? എല്ലാ ദിവസവും ജനിക്കുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല, നമ്മൾ ജനിക്കുന്നത് അതൊരു പ്രപഞ്ച നീതിയാണ്. ഇപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഏതാ നമ്മുടെ സിസേറിയൻ പോലത്തെ അതൊക്കെ അല്ല. പക്ഷേ നോർമലി ഒരു പ്രസവം എന്ന് പറയുന്നത് ഒരു ജനന നീതിയാണ് അതെല്ലാം. സോ അതിന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ ജനിച്ചു പോയി. അതിൽ വളരെ വിഷമിക്കേണ്ടിയിരിക്കുന്നത് 26-ാം തീയതി ജനിച്ചവരാണ്. 26 എന്നുള്ളൊരു ദിവസം ജനിക്കുമ്പോൾ ആ വ്യക്തി ആരെങ്കിലും 28-ന്റെ മുഴുവൻ 8, 17, 26 3 ദിവസം ജനിക്കുന്നവർ കമ്പൽസറി ന്യൂമറോളജി പ്രകാരം ഒരു നല്ലൊരു പേര് വയ്ക്കണമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് 26-ാം തീയതി ജനിക്കുന്നവർ അവരോട് തന്നെ ചോദിക്കാം. അവർ ഒരുപാട് വിഷമങ്ങൾ, പക്ഷെ അവർ ഭയങ്കര എക്സ്പീരിയൻസ് ആൾക്കാരായിരിക്കാം. കാരണം ലോകം ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ അനുഭവങ്ങളുടെ കാരുരുമ്പാണി അവർക്ക് മുതൽക്കൂട്ടാണ്. അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാൽ അവർ ഈ ബാഡ് ലക്ക് അനാവശ്യമായിട്ട് എന്തിനാണ് അനുഭവിക്കുന്നത്? അതിൻ്റെ പ്രതിവിധി ന്യൂമറോളജിയിൽ തന്നെ അല്ലെങ്കിൽ നാഥയോഗ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ പ്രതിവിധികളുണ്ട്. സോ 26-ാം തീയതി ജനിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അത് ജനിച്ചു കഴിഞ്ഞാൽ ന്യൂമറോളജി സപ്പോർട്ടിൽ അത്യാവശ്യം ബാഡ് ലക്സ് ഒന്നും ഇല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാം എന്നാണ് പറയുന്നത്. പക്ഷേ ഏതൊരു കാരണവശാലും എന്നോട് ഫോൺ ചെയ്യാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ എന്നോട് കൺസൾട്ട് ചെയ്യാൻ കഴിയാത്തവരോ ആരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ആണെങ്കിലും ആരുടെയും പേര് 16-ൽ വരരുത്, 17-ൽ വരരുത്, 26-ൽ വരരുത്, 31-ൽ വരരുത്, 35-ൽ വരരുത്, 37-ൽ വരരുത്, 38-ൽ വരരുത്. 38-ൽ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിന് 38-ൽ പറയാം. എൻ്റെ ആദ്യത്തെ ശരിക്കുള്ള പേര് എന്നിട്ട് W തങ്കച്ചൻ എന്നാണ്. അപ്പം 38-ന്റെ പ്രഹരം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങി അത്രയും സമയം എൻ്റെ കാലങ്ങളും എൻ്റെ വയസ്സും മറ്റുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു 38-ന്റെ ഉദാഹരണം നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ എൻ്റെ പേര് ആസ്റ്റൽ തങ്കച്ചനാണ്. ഇതേപോലെ ന്യൂമറോളജി പ്രകാരം ആസ്റ്റൽ തങ്കച്ചൻ എന്നുള്ളൊരു മറ്റൊരു നാമത്തിലോട്ട് വന്ന് എൻ്റെ മറ്റുള്ള എല്ലാം ഞാൻ മെല്ലെ മെല്ലെ എന്നെ കുറച്ചൊക്കെ മാറുന്നുണ്ട്, മാറ്റി. അതേപോലെ 38 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന 44, 35 പറഞ്ഞിരുന്നത് 44. ഇങ്ങനെയൊക്കെയുള്ള അപകടമാർന്ന നമ്പേഴ്സ് നിങ്ങൾ ഉപയോഗിക്കരുത്. മറ്റേത് പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിലീഫ് കിട്ടും. പക്ഷേ ഈ പേരിൽ മറ്റെവിടെയോ നിങ്ങൾക്കൊരു ലോക്ക് കാത്തു നിൽക്കുന്നു. നമുക്ക് അഭിമാനപൂർവ്വം പറയാനുള്ള പ്രശസ്ത നടൻ ജഗതി ശ്രീകുമാർ, വളരെ വിഷമത്തോട് പറയാണ് പുള്ളിയുടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ ഒരു അതുല്യനായ അല്ലെങ്കിൽ അത്ര കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല ഹാസ്യ നടൻ. പക്ഷേ പുള്ളി ന്യൂമറോളജി പ്രകാരം പുള്ളിയുടെ ഒരു വീക്ഷണം ഞാൻ വീക്ഷിച്ചു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ, അങ്ങനെ ആയിരിക്കണമല്ലോ. അത് കഴിയുമ്പോൾ ആ ശ്രീകുമാറിൽ ഉണ്ടാകുന്ന എല്ലാ ഒരു ഇതും ബെനിഫിറ്റ്സും അയാൾക്ക് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ അയാൾ മെല്ലെ മെല്ലെ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഇതായപ്പോഴത്തേക്കും ജഗതി ശ്രീകുമാറായി.
അതിൻ്റെയും കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ആയിക്കൊണ്ടത്. അത് ഞാൻ കുറച്ച് പറഞ്ഞ ഇനിഷ്യൽ ഫസ്റ്റ് താങ്ങുന്നതിൻ്റെ ഇത്. പിന്നെ അയാൾ ഭയങ്കരമായിട്ട് മറ്റാരും പകരക്കാരനില്ലാത്ത വണ്ണം ഹാസ്യ താരങ്ങളായി മാറുമ്പം കുറച്ചുകൂടെ നെയിം ഷോർട്ടായി ജഗതി എന്നായി. എല്ലാവരും പിന്നെ ജഗതി എന്നേ പറയുള്ളൂ. ആ ജഗതി 16 പക്ഷേ വളരെ വിഷമത്തോട് പറയാണ്, ആ ജഗതി എന്നുള്ള ഒരു 16ൻ്റെ പ്രഡിക്ഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന് അദ്ദേഹം വീട്ടിൽ നിന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ പേരുകളിൽ ജോസ് 16, പിന്നെ ഈ കാർത്തിക് 17, JOSE ജോസ് 16. നിങ്ങൾ ജോസ് എന്ന് മാത്രം വിളിക്കപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ ജീവിതങ്ങൾ ഉള്ളിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് മറ്റും വാസ്തു ജാതക സംബന്ധമായിട്ടുള്ള വലിയ പ്രകടനങ്ങളൊന്നും അവരില്ലെങ്കിലും പക്ഷേ അവർക്ക് മറ്റെന്തോ ഒന്ന് കാത്തിരിപ്പുണ്ട്. ഒന്ന് കയറും ഒന്ന് ഇറങ്ങും, ഒന്ന് കയറും പെട്ടേന്ന് ഒന്ന് താഴെ വീഴും, പിന്നെ തിരിച്ച് കയറും, പിന്നെയും തിരിച്ച് താഴെ വീഴും, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ. പിന്നെ കാർത്തിക് എന്ന് പറഞ്ഞ പേര് വന്നു 17 വരുന്നു. പിന്നെ ഈ ഐശ്വര്യ പോലത്തെ അശ്വതി എന്നാണ് എല്ലാവരും എഴുതുന്നത്. പക്ഷേ നമ്മുടെ ശബ്ദത്തിലൊരു ഹെച്ച് കലർന്നു വരുന്നു, അത് 26. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ പേര് പോലെ 26 വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ്. അത് എത്രയും വേഗം അശ്വതി എന്നുള്ളത് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. എൻ്റെ 2-3 ക്ലയൻറ്റുകൾ ഇതുപോലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറൊരു പേരിലോട്ട് ശ്രമിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അശ്വതി തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറയും. ഒന്നും മാറ്റാൻ പറ്റില്ല. അത് പേര് ഡിഫിക്കൽട്ട് പേരാണ്. ഇപ്പോൾ എൻ്റെ പേര് തങ്കച്ചൻ, എന്നെ തുങ്കച്ചൻ എന്ന് വയ്ക്കാൻ പറ്റുമോ? അതേപോലെ ചില പേരുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ന്യൂമറോളജിയുടെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ന്യൂമറോളജിയുടെ അനന്തമായ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആ പേരിനോടുള്ള സ്നേഹം കളയുക, ഒരു പുതിയൊരു പേരിലോട്ട് വരിക. വളരെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കത് പുതിയ പേര് ഞാനൊരു ന്യൂമറോളജിസ്റ്റാണ്, ഞാനൊരു ഫീസ് മേടിക്കുന്നു, നിങ്ങൾക്കൊരു പുതിയൊരു പേര് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാകുന്നില്ല. ആ പേര് നിങ്ങൾ സ്വയം നിങ്ങളുടെ പേരായി സങ്കല്പിക്കുകയും മറ്റുള്ളവർ ആ പേരിൽ നിങ്ങളെ വിളിക്കുകയും മറ്റുള്ളവർ അറിയപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഫുൾ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ ടെക്നീഷ്യനെ കുറ്റം പറഞ്ഞില്ല, ഒരു മറ്റൊരു ന്യൂമറോളജിസ്റ്റ് കുറ്റം പറഞ്ഞ കാര്യമില്ല. ആ പേരിനോട് കൂടുതൽ നിങ്ങൾ അടുക്കുമ്പോൾ മാത്രമേ ആ പേരിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, പിന്നെ ഇതുപോലെ ഈ ചില പേരുകളുണ്ട്. ലോകേഷ് എന്ന് പറഞ്ഞൊരു പേര് എഴുതുമ്പോൾ നമുക്കതിനെ ലോകേഷ്, പക്ഷെ വിളിക്കുന്നത് ലോകേഷ്, അപ്പോൾ ജി വരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കണേ. ഇത് ലോകേഷ് എന്ന് വെക്കുമ്പോഴത്തേക്കും 25, ലോകേഷ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഇത് 26 പോകുന്നു. ആ പുള്ളി അറിയാതെ അദ്ദേഹത്തിൻ്റെ പേരാണ് അയാളത്തിന് വഴി ശത്രു. ഇപ്പം ലോകേഷിനെ മാത്രമല്ല പറയുന്നത്, പെട്ടെന്ന് ഓർമ്മ വന്നൊരു പേരാ. അപ്പോൾ ആ ലൊക്കേഷൻ ആരും വിളിക്കില്ല. നമ്മൾ സ്പീഡിൽ വിളിക്കും ഹായ് ലോകേഷ്, അപ്പോൾ ജിയെ വരുന്നുള്ളൂ പ്രൊനൗൺസിയേഷനിൽ. ആ ശബ്ദതരംഗം 26 ആയി. അദ്ദേഹത്തിന് നിശബ്ദമായി അദ്ദേഹത്തിന് കൂടെ നിന്നുകൊണ്ട് ഒരു എതിരാളി സഞ്ചരിക്കുമ്പോഴാണ് 26 സഞ്ചരിക്കുന്നത്. സോ എല്ലാവരുടെ പേരുകളും ഒന്നുകൂടെ നോക്കുക. നമ്മൾ എഴുതുന്ന പോലെയല്ല നമ്മൾ വിളിക്കുന്നത്, ശബ്ദത്തിൽ പോകുന്ന എഴുതും പോലെയല്ല നമ്മുടെ ശബ്ദം വരുന്നത്. അത് മറ്റൊരു ശബ്ദമായി വരികയും ആ ശബ്ദമാണ് നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പേപ്പറിൽ, പാസ്പോർട്ടിൽ, ID കാർഡിൽ, ആധാർ കാർഡിലൊക്കെ ഉള്ളിലിരിക്കുന്ന എഴുത്തുകളല്ല ന്യൂമറോളജി. അത് ഒന്നും നിങ്ങൾ ചെയ്യില്ല. ഒരു ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ പേര് മാറ്റണോ ഗസറ്റിലോ മറ്റെവിടെയും നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു യൂസർ നെയിം നിങ്ങൾ തന്നെ കണ്ടെത്താം. നിങ്ങളുടെ ഒറിജിനൽ നെയിം അവിടെ ഇരിക്കട്ടെ. നിങ്ങളൊരു ഇപ്പോൾ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മറ്റെന്തോ നമ്മൾ വിളിക്കുന്നത് മമ്മൂട്ടി എന്നാണ്. അതേപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്കുള്ള പേര് അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് ഫലപ്രദമായി നിങ്ങൾ അത് സർട്ടിഫിക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂ. ഒരു യൂസർ നെയിം കണ്ടെത്തൂ, പേരിൽ പ്രശ്നമുള്ളൂ എന്നുള്ളത്. ആ പ്രശ്നത്തിൻ്റെ ആ യൂസർ നെയിമിൻ്റെ ഫ്രീക്വൻസി നിങ്ങളുടെ ജനന ജാതകവും മറ്റും എല്ലാവുമായി ഒരു ആസ്ട്രോ ന്യൂമറോളജിൻ്റെ നിർദ്ദേശത്തോടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് അദ്ദേഹം തരും. ആരെ കാണുന്നു അദ്ദേഹം കുറച്ച് പ്രാക്ടീസ് തരും. ആ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മെല്ലെ 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 ആ പേരിൻ്റെ പുതിയൊരു ബെനിഫിറ്റ്സ് ആവാൻ പറ്റും. നിങ്ങളുടെ ഓറ ചേഞ്ച് ആവുന്നുണ്ട്. ഓറ ചേഞ്ച് ആവുന്നതാണ് ഏറ്റവും വലിയ. ഇതെല്ലാത്തിൻ്റെയും പിന്നിലുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു മറ്റൊരു പ്രസരിപ്പ് നമുക്ക് ഉണ്ടാകുന്നു. നിലവിലുള്ളൊരു പ്രസരിപ്പ് നിന്ന് മറ്റൊരു പ്രസരിപ്പ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു. അത് ലോ ഓഫ് അട്രാക്ഷൻ ടു ഹൈ റീച്ച്. എന്ത് ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിയിലെ ആൾക്കാർ നമ്മളെ ആകർഷിച്ച് തരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ത്രൂ ന്യൂമറോളജി ബെനിഫിറ്റ്സ് ചെയ്യാൻ വേണ്ടത്. അതുപോലെ ഗ്രഹങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് ആണല്ലോ ഈ ആസ്ട്രോളജി ന്യൂമറോളജിയും നമ്മളെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം നയിക്കുന്നത് അത് തന്നെയാണ്, ഗ്രഹങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആസ്ട്രോളജി ന്യൂമറോളജിയും തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ആസ്ട്രോളജി, ജ്യോതിഷം എന്നുള്ളത് ഒരു പ്രവചനമാണ്. വാസ്തു അല്ലെങ്കിൽ ന്യൂമറോളജി എന്നുള്ളത് ഒരു പരിഹാരമാണ് അല്ലെങ്കിൽ പ്രയോജനമാണ്. പ്രവചനം വേറെ, പ്രയോജനം വേറെ. അപ്പോൾ ജാതകം എന്നുള്ളതൊരു പ്രവചനമാണ്. പ്രവചനം കൊണ്ട് മാത്രം നമുക്കൊന്നും ആകുന്നില്ല, അത് പ്രയോജനമാകണം. അപ്പോൾ രണ്ടിനും രണ്ട് തട്ടാണ്. ജ്യോതിഷം എന്നുള്ളത് പ്രവചനവും ന്യൂമറോളജി അല്ലെങ്കിൽ വാസ്തു എന്നുള്ളത് പ്രയോജനമാണ്. പ്രവചനം വേറെ, പ്രയോജനം വേറെ. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രവചനമാണോ വേണ്ടത്, പ്രയോജനമാണോ വേണ്ടത്? പ്രയോജനം ആണ് എന്നുണ്ടെങ്കിൽ ജാതകത്തിൽ കാണുന്ന അതേ ഗ്രഹദോഷങ്ങൾക്ക് അതേ ഗ്രഹ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റു ചില ഗ്രഹ സാന്നിധ്യത്തോടെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട മറ്റൊരു സൊല്യൂഷനാണ് ന്യൂമറോളജി. പിന്നെ വാസ്തു എപ്പോഴും ഞാൻ പറയാറുണ്ട്,
അന്തരീക്ഷത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ശക്തികളാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു വലിയൊരു സ്വരൂപമാണ് വാസ്തു. അപ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണത്. അത് 24/7 നമ്മുടെ വീട്ടിനുള്ളിൽ സൂര്യപ്രകാശത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ സൂര്യന് 2 പാതകളുണ്ട്, ഉത്തരായണവും ദക്ഷിണായണവും. ഈ 2 പാതകളിൽ സൂര്യൻ സഞ്ചരിച്ചാലും ഈ 2 പാതയ്ക്ക് അനുയോജ്യമായി നമ്മുടെ വീടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 6 മാസം കൊണ്ട് തിരിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ വീടിൻ്റെ എത്ര ഡിഗ്രിയിലാണ് ഉച്ചഭാഗങ്ങൾ വീഴുന്നത്, എത്ര ഡിഗ്രിയിലാണ് നീച്ചഭാഗങ്ങൾ വീഴുന്നത് എന്നുള്ളത് ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ, അദ്ദേഹം ഒരു കോമ്പസിൻ്റെ സഹായത്തോടെ അത് കണ്ടുപിടിക്കുന്നു. ആ വീട്ടുകാരോട് പറയുന്നു, ചില ജനലുകൾ തുറക്കപ്പെടുന്നു, ചില ജനലുകൾ അടയ്ക്കപ്പെടുന്നു. അതായത് രാവിലെ വരുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളും ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളും. ഇൻഫ്രാറെഡ് കൂടുതൽ പ്രയോജനവും കൂടുതൽ ആസ്വദനീയവും, അൾട്രാവയലറ്റ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. രണ്ടും സൂര്യ വെളിച്ചത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സൂര്യ വെളിച്ചത്തിന് നീച്ച ഉച്ച എന്നുള്ള 2 ഭാഗങ്ങളുണ്ട്. അതിന് യഥേഷ്ടം ഒരു ടെക്നീഷ്യൻ്റെയും ഒരു കോമ്പസിൻ്റെയും സഹായത്തോടെ വീട് വാസ്തു യോഗ്യമാക്കുക. അവിടെ നിങ്ങൾക്ക് അത്യുത്തമമായ പുത്തുണർച്ചയും എനർജിയും നിങ്ങൾക്ക് അവിടെ നിന്ന് ഉൽപ്പാദിക്കപ്പെടും. അതിനുള്ളിൽ താമസിക്കുന്ന ഒരാൾ അതികേമനായി മാറുന്നു. അദ്ദേഹത്തിന് ചക്രസലം ആക്ടിവേഷൻ ആകാൻ തുടങ്ങും. ഇപ്പോൾ ഈ വാസ്തു സംബന്ധമായിട്ടേ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഈ ഭൂമി പൂജ ഉണ്ടാവുമല്ലോ, അപ്പം അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഭൂമിക്കുള്ളിൽ ഭൂമി പൂജ നിർദ്ദേശിക്കുന്നില്ല, അത് പൂജാരിമാരെ നിർദ്ദേശിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കംഫർട്ടാണ്. അതായത് ഈ വീട്ടിൻ്റെ ഉടമസ്ഥന് ഒരു ഭൂമി എടുക്കുമ്പം ഭൂമി പൂജ എന്നുള്ളത് ഇന്ന് പല പരിഹാരങ്ങൾക്കും പൂജാരിമാരും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് നിൽക്കുന്ന ആൾക്കാരുടെയും അതിസമർത്ഥമായ ഒരു ബിസിനസ് ഇതാണ് ഈ ഭൂമി പൂജ. ഭൂമിക്ക് അങ്ങനെ പൂജയിട്ട് തന്നെ നിങ്ങൾക്ക് വീട് കെട്ടണമെന്നില്ല. ഇതൊരു സൈക്കോളജിക്കൽ കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസം. ഓക്കെ, അത് ലോ ഓഫ് അട്രാക്ഷൻ അത് വർക്കൗട്ട് ആവുന്നു. ഭൂമിയിൽ വാസ്തു സംബന്ധമായ ഒരു വീട് കെട്ടുവാൻ അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഭൂമി പൂജ നിർബന്ധമല്ല. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സൊസൈറ്റിയും നിങ്ങളുടെ ആചാരവും അനുഷ്ഠാനങ്ങളും അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ വാസ്തു യോഗ്യമായൊരു വീടിന് ഭൂമി പൂജ നിർബന്ധമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല. അതുപോലെ തന്നെ കണ്ണാടി വാസ്തു എന്നൊരു കാര്യമുണ്ട് അല്ലേ? അപ്പം അത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത്? അത് ഏകദേശം നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിലെ അയോധ്യ മറ്റേ പല ഭാഗങ്ങളിൽ ഇപ്പോൾ അത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പഴയൊരു ടെക്നോളജിയാണ്. ഒരു കാരണവശാലും സൂര്യ വെളിച്ചം അകത്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കണ്ണാടിയിലൂടെ, അതും രാവിലെ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. അതായത് കണ്ണാടിയിലൂടെ ആ പ്രകാശത്തിന് ദിശ തിരിച്ച് വീടിൻ്റെ ഉച്ചഭാഗത്തിൽ വെളിച്ചം എത്തിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പരിഹാര മാർഗ്ഗങ്ങൾ ഇല്ലെങ്കിൽ മാത്രം അത് ചെയ്യണം. അത് പഴയൊരു ടെക്നോളജി. അത് കണ്ണാടിയൊക്കെ ഉള്ള കാലത്ത് കൊണ്ടുവന്നത് അത് സൂര്യ വെളിച്ചമാണല്ലോ, സൂര്യ വെളിച്ചത്തിന് അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നത്. അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് വലിയ ആൾക്കാർ പണ്ടത്തെ. അത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ജനറേഷൻ അതിനെക്കുറിച്ച് കേട്ടുകേൾവിയിലും കാണത്തില്ല. അത് സൂര്യ വെളിച്ചമാണ് ജീവന്റെ ആധാരം എന്നുള്ളത് കൊണ്ട് ഒരു റിഫ്ലാക്ട് ചെയ്ത് ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടുവരുന്നു. അതൊരു 50% ചാൻസ് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതൊരു വീടിനെ വാസ്തുപരമായി നമ്മൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും ഈ കണ്ണാടി വാസ്തു വരില്ല. ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഭൂമി പൂജ അത്യാവശ്യമല്ലെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാസ്തു യോഗ്യമായ ഭൂമി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? വാസ്തു യോഗ്യമായ ഭൂമി നിർബന്ധമായും തിരഞ്ഞെടുക്കണം. പക്ഷേ അതിനേക്കാൾ വലിയ ടാസ്ക് ആ ഭൂമി തിരഞ്ഞെടുക്കുന്ന ടെക്നീഷ്യൻ്റെ കഴിവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഒരു തലമുറയുടെ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. അതുകൊണ്ട് ഒരു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏറ്റവും വലിയൊരു കടമ. രണ്ടാമത്, വാസ്തുയോഗ്യമായ ഭൂമി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വടക്ക് കിഴക്കുകൾ താഴ്വാരങ്ങളും തെക്ക് പടിഞ്ഞാറ് ഉയർന്നതുമായ ഭൂമിയാണ് ഏറ്റവും അനുയോജ്യമായ ഭൂമി. പിന്നെയാണെങ്കിലോ നമുക്ക് വീട് കെട്ടുമ്പോൾ തെക്ക് പടിഞ്ഞാറോളം ചേർത്ത് വീട് കെട്ടുമ്പോൾ വടക്ക് പടിഞ്ഞാറ് കൂടുതൽ കാലി സ്ഥലമിടും. അവിടെ ഒരു ഗേറ്റ് വരുമ്പോൾ അതിന് വണ്ടി വളഞ്ഞ് ആ റോഡിലൂടെ കയറി വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. കാരണം ഇനിയുള്ള കാലം എന്നുള്ളതല്ല കാറാണ്, ഒരു കാറ്. അപ്പം അതിനും കൂടെ അനുയോജ്യമായ രീതികളിൽ റോഡ് തെരുവ് താക്കോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ വീടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റോഡ് ആ വീടിന് വന്ന് ഫേസ് ചെയ്ത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നത്, ഇതിനെയാണ് തെരുവ് താക്കോ എന്ന് പറയുന്നത്. സ്ട്രീറ്റ് വന്ന് മുട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നത്. അതിൽ ഉച്ചഭാഗങ്ങളിൽ വന്ന് മുട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ വീട് അത്ഭുതകരമായ മാറ്റങ്ങളും പല കോടി സമ്പാദിക്കും. ഇപ്പോൾ തെക്ക് ഭാഗത്ത് ഉച്ചഭാഗമുണ്ട്, തെക്ക് ഭാഗത്തിൽ ഉച്ചഭാഗത്ത് നേർക്കുത്ത് വരുന്നതൊക്കെ പല കോടി ഉണ്ടാക്കും. ലേഔട്ടിൽ മനഃപൂർവ്വം തമിഴ്നാട്ടിൽ തെക്ക് ഭാഗത്ത് സ്ട്രീറ്റ് വന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ട ലേഔട്ട് ഉണ്ടാക്കി അതിന് ലക്ഷക്കണക്കിന് പൈസ കൂടുതൽ വെച്ച് വിൽക്കുന്ന പ്രകൃതമാണ്. കാരണം ഒരു സ്ട്രീറ്റ് വന്ന് മുട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നത് മഹാഭാഗ്യം. പക്ഷേ അത് ഉച്ചഭാഗങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ
നീച്ച ഭാഗങ്ങളിൽ അരുത്. അപ്പോൾ ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം അവിടെ നേരെ ഒരു പഞ്ചായത്ത് റോഡായിരിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട് അവിടെ ആയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ നമുക്ക് റോഡിൻ്റെ ഭാഗത്ത് മാത്രമേ നമുക്ക് വഴി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നീച്ച ഭാഗമാണെങ്കിൽ ആ ഭൂമി തിരഞ്ഞെടുക്കരുത്, അരുത്. പിന്നെ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ഭൂമിയോട് ചേർന്ന് ഒരു കുളമോ നദിയോ തെക്ക് ഭാഗത്തുണ്ടെങ്കിൽ അത് അത്ര അനുയോജ്യമായ ഭൂമിയല്ല. പക്ഷെ അത് വടക്ക് കിഴക്കാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഭൂമി. പിന്നെ അമ്പലങ്ങളുടെ പരിസരങ്ങളിൽ ഭൂമി തിരഞ്ഞെടുക്കാമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് ആ അമ്പലങ്ങളുടെ എനർജിയും ഈ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ ഭാഗങ്ങൾ അനുയോജ്യമായിരിക്കും. ചില അമ്പലങ്ങളുടെ പരിസരത്ത് ചില വീടുകൾ അതിസമർത്ഥമായ ഉന്നതി തരുന്നു. ചില അമ്പലങ്ങളുടെ പരിസരത്തുള്ളതിൽ അത്രയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതൊരു എനർജി ഫ്ലോയിങ് ആണ്. പള്ളിയല്ല, അമ്പലങ്ങൾക്കാണ് കൂടുതൽ പ്രശസ്തി. കാരണം അമ്പലങ്ങൾക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ദീപാരാധന, വളരെ കൃത്യമായിട്ടുള്ള സാൻസ്കൃത് മന്ത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊന്നുമില്ല കേട്ടോ, അത് നിങ്ങൾ വിഷയമേ ആക്കണ്ട. വളരെ പുരാതനപരമായ അമ്പലങ്ങളും കാവുകളും കൊണ്ട് അവിടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു കൊറോണയ്ക്ക് പോലും മുടങ്ങാത്ത മന്ത്രങ്ങളും ആർത്തിയൊക്കെ ഉള്ള അമ്പലങ്ങളുണ്ട്. അവിടെ നിന്നൊരു എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ പരിസരത്താണ് വീടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉച്ചനിച്ച ഭാഗങ്ങളനുസരിച്ച് അവിടുത്തെ വേവ്സ് നമുക്ക് ഉണ്ടാവും. അതൊരു എനർജി ഫ്ലോ ആണത്. അപ്പം അത് ഇപ്പം നമ്മൾ സൂര്യ വെളിച്ചത്തിൽ തന്നെ ഉച്ചവും നീച്ചവും ഉണ്ട്. ഇപ്പോൾ 12 മണി വരെ വരുന്നത് ഇൻഫ്രാറെഡും അതിനുശേഷം അൾട്രാവയലറ്റ്. അപ്പം വെളിച്ചത്തിൻ്റെ വിസർജനമാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. ആ രണ്ട് കിരണങ്ങൾ നമുക്ക് അനുഭവരീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ അമ്പലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ചില എനർജികൾ ചില ഭാഗങ്ങളിൽ നീചമായിട്ടും ചില ഭാഗങ്ങളിൽ ഉച്ചമായും സംഭവിക്കുന്നു. അത് ആ ലാൻഡിൽ പോയി നിന്നാലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ വാടക വീടുകൾക്ക് വാസ്തു ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം ഇതാ, വാസ്തുവിന് ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ അഡ്രസ്സ് അറിയില്ല. അതുകൊണ്ട് വാസ്തു പ്രഹരിക്കുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ വാസ്തു സഹായിക്കുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരെയാണ്. വാടക വീട് കൂടുതലും ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സ്റ്റൈൽ ഇപ്പോഴാണ് വരുന്നത്. ഇതിനു മുമ്പുള്ള പല വീടുകളും 40-50 ലക്ഷം ചിലവാക്കി ഒരു വീട് കെട്ടുന്നത് 5000 രൂപയുടെ വാടകയ്ക്ക് കൊടുക്കാനല്ല. ആ ഓണർ അവിടെ താമസിച്ച് മറ്റ് ദോഷങ്ങൾ അനുഭവിച്ചതിന് ശേഷം മറ്റാരെങ്കിലും പറഞ്ഞ് അവരവിടെ നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് മാറുന്നതാണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവരും പിന്നെ ഗവൺമെൻറ് ജോലികളും പുറത്തുപോയി ചെയ്തിട്ടുണ്ട്. ബാക്കി നല്ലൊരു ശതമാനവും വീടിന് ദോഷം സംഭവിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് മാറി വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ ദോഷമുള്ള വീട് മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഹൗസ് ഓണർ രക്ഷപ്പെടുള്ളൂ ആ ദോഷത്തിൽ നിന്ന്. മറ്റൊരാൾ അത് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ജൂനിയർ മാൻഡർ ഏതൊരു സിനിമയിൽ സന്തോഷത്തോടെ സ്റ്റാച്ചു ഏറ്റുവാങ്ങുന്നത് പോലത്തെ ഒരു രംഗമാണ് മിക്കവാറും വാടക വീടുകൾ. വാടക വീട്ടിൽ താമസിക്കുന്നവർ ഒരിക്കലും വിചാരിക്കരുത് വാടക വീടല്ലെന്ന് വിചാരിക്കരുത്. ആ വീട് നിങ്ങളെ വിടില്ല. അങ്ങനെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് ഒരു മാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞൊരു വാടക വീട്ടിൽ കയറും, പിന്നെ അവിടെ നിങ്ങൾ 3-4 വർഷം താമസിക്കേണ്ടി വരും. അത്രയും ദൗർഭാഗ്യം നിറഞ്ഞ വാടക വീടുകളുണ്ട്. വാടക വീട്ടിലിരിക്കുന്നവരെല്ലാവരും നല്ലൊരു ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഭാഗങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം വളരെ വിശാലമായ ലോകമാണ്. നിങ്ങൾക്ക് അവിടെ മാത്രം തന്നെ താമസിക്കണമെന്നില്ല. എല്ലാ നാട്ടിലും ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ട്, വെള്ളമുണ്ട്, കടകളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയാണ് മാറ്റേണ്ടത്. വാടക വീടുകൾക്കുള്ളിൽ ദോഷമുള്ള വീടുകൾക്കുള്ളിലായിരുന്നാലും ഇരുന്ന് അതിൻ്റെ ദോഷം അനുഭവിച്ച് നിങ്ങളുടെ തലമുറയോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മക്കളുടെ തലമുറയോ അവരുടെ ഭാവിയെ നശിപ്പിക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. പക്ഷേ ഈ വാടക വീട്ടിൽ താമസിച്ച് പുതിയ വീട് പണിഞ്ഞു പോകുന്നവരും ഉണ്ട്. അത് നല്ല വീടായിരിക്കും. ചില വീടുകൾ താമസിക്കുന്നവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ പുതിയ വീട് പണിഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇന്ന് സമർത്ഥമായ ലോണ് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു വീട് ഇപ്പോൾ പണിയുന്നത് വലിയ ആന കാര്യമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. പക്ഷേ വീട് പണിയുന്നത് വേറെ വഴിയില്ലാത്തൊരു വാടക കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പണിഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷേ അത് അതിൻ്റെ സമർത്ഥ്യം കൊണ്ടാവില്ല. ഏതൊരു വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോകുന്ന ഇതേ ഇതിൻ്റെ വാസ്തു നിങ്ങളെ പിന്തുടരും. അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അതൊരു ഹയർ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഏതൊരു വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇതൊരു വാസ്തു ദോഷമുള്ളൊരു വീട്ടിൽ നിന്നാണ് നിങ്ങൾ, ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നില്ലേ, വാസ്തു ദോഷമുള്ളൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നൊരു കുട്ടി ഈ വീടും അതേപോലെ അതേ സെയിം വാസ്തുദോഷം ഈ വീടിനുണ്ടാവും. പക്ഷേ ലക്ഷറീസിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ ചിലപ്പം വെറും തറയാണെങ്കിൽ ഇവിടെ ടൈൽസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ മാർബിൾ ആണെങ്കിൽ ഇവിടെ ഗ്രാനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ 2 നിലയാണെങ്കിൽ ഇവിടെ 1 നിലയായിരിക്കും. ഇങ്ങനെ ലക്ഷറീസിൽ വ്യത്യാസം ഉണ്ടാവും. വാസ്തു ഡിഗ്രി ബേസിൽ ഏകദേശം ഒന്നായിരിക്കും. അതുകൊണ്ട് വാസ്തു എന്നുള്ളത് വലിയൊരു സബ്ജക്റ്റാണ്. അതിനെ അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളെയൊക്കെ കൂട്ടിക്കലർത്തി വായിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾ തീർച്ചയായിട്ടും ഞാനത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ വിശ്വാസങ്ങൾ വളരെ കൃത്യമായി ചില വിശ്വാസങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു സത്യമുണ്ട്. ആ സത്യം നമ്മളെ നയിക്കും. ഓക്കെ. അപ്പം വാസ്തുപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂറോളജി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വാസ്തു പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. വീഡിയോയുടെ താഴെ സാറിൻ്റെ ഫോൺ നമ്പറും പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം. നമസ്കാരം.